ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയിട്ട് അത് ഞാൻ അവസാനം പറയാം. ഈ റോസ് പൂ വട്ടത്ത് സുന്ദരമായി വിരിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ മഴയൊക്കെ വന്നപ്പോൾ നല്ല ചെടികൾക്കൊക്കെ നല്ല ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാ പൂവും കൂടെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ മൈ ലൈഫും പറയാം, കുറച്ച് ഷോപ്പിങ്ങും പറയാം, ഒരു ചെറിയൊരു തട്ടിക്കൂട്ടിയുള്ളൊരു വീഡിയോ കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല ഇതായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഞാൻ ഷോപ്പിങ്ങും കുറച്ച് ചോറും കറിയൊക്കെ ഞാൻ ആദ്യമേ വെച്ചായിരുന്നു. വീഡിയോ എടുക്കണ ഒരു മൈൻഡ് ഇല്ലായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജും കൂടെ പറയാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ ഇത് രാവിലെ തന്നെ ചോറ് വെച്ചായിരുന്നു. പിന്നെ കറിക്കും പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത കാരണം ബാക്കിൽ മുരിങ്ങമരം ഉണ്ട്. അപ്പോൾ മുരിങ്ങയിലയും പരിപ്പും കൂടെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ മില്ലറ്റാണ് ഇപ്പോൾ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതാണ് കുറച്ചേ ഉള്ളൂ. ഇതെൻ്റെ വൈകുന്നേരത്തെ കുറച്ച് മില്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ 3-4 ദിവസം എനിക്ക് സുഖമില്ലാത്ത കാരണം കുറേ ഡ്രസ്സുകളും അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയും പിടിച്ചു. അപ്പോൾ ഇന്ന് ഭാഗ്യം നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സായിരുന്നു ഇതേ അലക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു എന്താ വെച്ചാൽ ഒരു ബേസും ഫുള്ളായിട്ട് തുണിയായിരുന്നു കേട്ടോ. 2 ബേസും ഫുള്ളായിട്ടും തുണിയായിരുന്നു. എല്ലാം വിരിച്ച് അലക്കി ഊരി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുറേ ഒരു 3 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു മഴ വന്നത്. അപ്പോൾ അതുവരെ കുറേ തുണികൾ ഉണങ്ങി കിട്ടി. അപ്പോൾ ഒരു അലക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞ് 11:30 ആയപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയും ഒരു 3 റസ്ക്കും കൂടെ കഴിച്ചേട്ടാ. മില്ലറ്റ് കുടിച്ച കാരണം അലക്കിയൊക്കെ വന്നപ്പോൾ നല്ല തളർച്ചയായി. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൊള്ളാച്ചിയിൽ KTM-ലാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയത്. ഞാനും ചേട്ടനും മാളും കൂടെ പോയത്. അതിൻ്റെ കുറേ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു മാസത്തെ സാധനങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി കുറവായിരിക്കും. ചേട്ടന് പണി വളരെ കുറവായിരിക്കും കേട്ടോ. കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തന്നെ അങ്ങനെ ഓടില്ല. JCB ആണ് ഞങ്ങൾക്ക് വർക്ക്. അപ്പോൾ നമ്മൾ ഡെയിലിയും കടയിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കടല, പരിപ്പ്, പയർ, പഞ്ചസാര എല്ലാം കൂടെ എത്ര എങ്ങനെ വരും എന്നറിയില്ല. അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മാസത്തിലാണോ ഷോപ്പിംഗ് ചെയ്യണത് ഇഷ്ടം, അല്ലെങ്കിൽ ആഴ്ചയിലാണോ, അല്ലെങ്കിൽ ഡെയിലി ആണോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒരു മാസം കൂടുമ്പോൾ ഷോപ്പിംഗ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്കിങ്ങനെ ജാറിലൊക്കെ ഇട്ട് അടച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വല്ലപ്പോഴും കുറേ മാസങ്ങൾ അത് സാധിക്കാറില്ല. കാരണം നമ്മളിപ്പോൾ പൈസ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഓടിച്ചെന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കും. പിന്നെ അത് യൂസ് ചെയ്യും. പിന്നെ അത് തീരുമ്പോൾ അങ്ങനെ മേടിക്കും കേട്ടോ. ഇപ്പം നല്ല മഴയായ കാരണം ചില ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും ഇങ്ങനെ മേടിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനില്ല. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തല്ലിക്കൂട്ടി കറി വയ്ക്കാം. അത് വീട്ടമ്മമാർക്ക് നല്ലോണം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു സാഹചര്യത്തിൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് ചെയ്യട്ടോ. ചില സമയത്ത് ഒട്ടും പൈസ ഇല്ലാതെ കറി വെക്കാനൊന്നുമില്ലാതെ നമ്മളെപ്പോഴെങ്കിലും മേടിച്ച് വെച്ച കടലയോ പരിപ്പോ നമ്മളെ സഹായിച്ച ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പൊക്കെ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ തന്നെ മേടിച്ചതുള്ളൂ കേട്ടോ. 10 കിലോ അരിയും ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ നാളെ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ ഇന്ന് തലേന്ന് തന്നെ നമ്മളൊരു ലിസ്റ്റ് തയ്യാർ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ എഴുതി കൊണ്ടുപോകണം. ഞാൻ അതെല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ ഒരു മണ്ടത്തര കാരണം ഞാനൊരു മറന്നു വെച്ചിട്ട് പോയി ഗൈസ്. പിന്നെ അവിടെ ചെന്ന് തല്ലിക്കൂട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ടത് എന്തൊക്കെയോ ആവശ്യമില്ലാത്തൊക്കെ മേടിച്ച്, ആവശ്യമുള്ളതൊന്നും ഞാൻ മേടിച്ചില്ല. ഓയിലും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഇങ്ങനെ കുരുമുളക്, ജീരകം, ഉലുവ അതൊക്കെ നമുക്ക് കർക്കിടക മാസത്തിൽ നമുക്ക് ആവശ്യം വരും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ എഴുതിക്കൊണ്ടുപോയതൊക്കെ നമ്മൾ വ്ളോഗ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വിട്ടുപോയിട്ട്, അതായത് സംഭാർ റവ, വെള്ള റവ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. കടലമാവ് അങ്ങനെയൊക്കെ ഞാൻ മേടിച്ചില്ല. എൻ്റെ വീഡിയോ ഇത്രയും ലോഗായിട്ട് ബോറടിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഒരു തല്ലിക്കുട്ടി വീഡിയോ ആണിത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ശരിയാക്കും. കാരണം ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോയിൽ 90 ദിവസത്തെ 4000 വാച്ചിങ് ഓവർ കയറിയിട്ട് എനിക്ക് അറിഞ്ഞില്ല.
എന്താ പറയുക, എനിക്കത് ഭയങ്കര വിഷമമായി പോയിട്ടോ. എന്നിട്ട് യൂട്യൂബ് അത് തന്നെ നമ്മുടെ വാച്ചിങ് അവർ കുറച്ച് വീണ്ടും എന്നെ സീറോയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, പരമാവധി എന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വാച്ചിങ് അവർ ഒന്ന് കൂട്ടി തരണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നെപ്പോലെ ആരെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അബദ്ധം വരാതെ നോക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചിങ് അവർ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം എപ്പോഴാണ് ഇത് കൂടിയിരിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ ഒരു അബദ്ധം പറ്റിയത്. പിന്നെ തുണിയൊക്കെ അത്യാവശ്യം എല്ലാം ഉണങ്ങിക്കിട്ടി. പിന്നെ പിള്ളേരിൻ്റെയൊക്കെ കട്ടി കൂടിയ ഡ്രസ്സായ കാരണം അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാം മടക്കി എടുത്ത് വെച്ചു കേട്ടോ. ഞാനിതൊരു മീഷോയിൽ നോക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തിട്ട് ബാത്റൂം ഒന്ന് കഴുകി നോക്കിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബാത്റൂം വീഡിയോ ഞാൻ ഒരു ദിവസം തന്നെ ഇടട്ടെ. എനിക്ക് കുറച്ച് ടിപ്സുകൾ അറിയാതെ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ ബായ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇപ്പോൾ ക്ലോസറ്റ് നല്ല വൃത്തിയായിട്ട് നല്ല തിളക്കം വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചുറ്റിച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യൂ.